ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ആക്ച്വലി ഇന്നലെ എല്ലാവരും കുറേ മെസ്സേജ് ഇട്ടവർക്ക് എല്ലാവർക്കും താങ്ക് യു, നന്ദി. എൻ്റെ ഫ്രണ്ടിന് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ ആക്ച്വലി കുറച്ച് ദിവസം പേഴ്സണൽ റീഡിങ്സ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ഞാൻ ഇനി ഒരു 25th കഴിഞ്ഞിട്ടേ പേഴ്സണൽ റീഡിങ്സ് മിക്കവാറും ഉണ്ടാവുള്ളൂ. ഓക്കെ, ഒരു 25 കഴിഞ്ഞിട്ട് നോക്കാം. സോ ഇടയിലൊരു 2 ആഴ്ച ഒരു ബ്രേക്ക് വരാൻ പോവുകയാണ്. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കെ, കുറച്ച് ദിവസം ഒരു ബ്രേക്ക് ആവശ്യമുണ്ട് എനിക്ക്. അവിടെ വെക്കേഷൻ്റെ ലാസ്റ്റാണ്. സോ കുറച്ച് ദിവസം ഒരു ബ്രേക്ക് ആവട്ടെ. ഓക്കെ, എന്തായാലും അതങ്ങനെ നടക്കട്ടെ. അതിൻ്റെ അതിൽ ഇപ്പം ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ്. ഓക്കെ, നിങ്ങളുടെ ഏഞ്ചൽസ് നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് നോക്കാം. ഓക്കെ, നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് അല്ലെങ്കിൽ ഏഞ്ചൽസ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജസ്, നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ ലെറ്റ്സ് സീ. അവർ ചിലപ്പോൾ നിങ്ങളുടെ നല്ലതിന് വേണ്ടി അവരെന്താ ഗൈഡൻസ് നിങ്ങൾക്ക് തരുന്നത് നോക്കാം. സോ ലെറ്റ്സ് സി. ഓക്കെ, ഐസൊലേഷൻ പറയുന്നുണ്ട്. ഓക്കെ, നോക്കാം നമുക്ക്. ലെറ്റ് മീ സി. പ്ലേഫുൾനെസ്. ഓക്കെ, ഞാൻ വിചാരിച്ചത് തന്നെയാണ്. ഫ്രണ്ട്ലിനെസ്. ഓക്കെ, കംപ്ലീഷൻ. വൺ മോർ. ഇന്നസെൻസ്. ഓക്കെ, വാവ്. സി, ഇവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഒരുപാട് ഒറ്റപ്പെട്ട് ഇരുന്ന പോലെയാണ്. കുറച്ച് സമയമായിട്ട് നിങ്ങൾ ഐ തിങ്ക് അധികം മിംഗ്ലിംഗ് ഇല്ല. നിങ്ങളധികം കുറച്ചൊരു ഉൾവലിഞ്ഞ ഒരു ഫീലിംഗ് ആണ്. നിങ്ങൾ അവനവനിലേക്ക് ചുരുങ്ങി പോയ പോലെയാണ്. ഓക്കെ, നിങ്ങൾ ഒറ്റപ്പെട്ട പോലെ ഫീൽ ചെയ്തിട്ടായിരിക്കാം. മീൻസ് ചിലപ്പോൾ നിങ്ങളുടെ നല്ല ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആരെങ്കിലും ചിലപ്പോൾ നിങ്ങളെ വിട്ടുപോയി. ഐ മീൻ അത്രത്തോളം നമ്മൾ പറയില്ലേ, ക്ലോസ് ആയിട്ട് നിന്നവർ പോലും ചിലപ്പോൾ ഒന്ന് മാറിപ്പോയതായിരിക്കാം. അതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളായിട്ട് തന്നെ നിങ്ങൾ തന്നെ ചൂസ് ചെയ്തായിരിക്കാം. എന്നിട്ട് എന്തോ ഒരു മരവിച്ച പോലെ ഒരു ഫീലിംഗ് ഉണ്ട്. സോ മേ ബി നമ്മൾ പറയില്ല, ജീവിതാനുഭവങ്ങൾ ചിലപ്പോൾ നിങ്ങളെ തോന്നിപ്പിച്ചിട്ടുണ്ടാവും ദാറ്റ് ഇനി ആരും വേണ്ട എൻ്റെ ലൈഫിൽ, അല്ലെങ്കിൽ എനിക്ക് ഒന്നിനും താല്പര്യമില്ലാത്തൊരു മട്ടിൽ എല്ലാത്തിൽ നിന്നും നിങ്ങളൊന്ന് ഉൾവലിഞ്ഞ് നിൽക്കുന്ന പോലെയാണ്. മനസ്സ് മരവിച്ച ഒരു ഫീലിംഗ് ആണ് ഇവിടെ എനിക്ക് വരുന്നത്. ഫ്രോസൺ എനർജിയാണ് വരുന്നത്, മനസ്സ് മരവിച്ച പോലെ. സോ നിങ്ങൾ എവിടെയോ ഒരു ഐസൊലേഷനിലേക്ക് പോയിട്ടുണ്ട്. നിങ്ങൾ കുറേ തനിച്ചിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തനിച്ച് മറ്റുള്ളവരുമായിട്ട് മിംഗ്ലിംഗ് കുറവ്, അല്ലെങ്കിൽ മേ ബി പല കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക. ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾ അധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുക, ഫ്രണ്ട്സിനോട് പുറത്തൊന്നും പോകാതിരിക്കുക. സോ അങ്ങനെ ഒരു അല്പം ഉൾവലിഞ്ഞ ഒരു അല്പമല്ല, ഇത് വളരെയധികം ശരിക്കും നിങ്ങൾ ഫ്രോസൺ ആയിട്ട് പോയ പോലെ. ശരിക്കും നമ്മൾ പറയില്ല, മനസ്സ് ഞാൻ അഗൈൻ പറഞ്ഞ പോലെ കല്ല് എന്ന് പറയാൻ പറ്റില്ല, ഐസായി പോയി അല്ലെ, മരവിച്ചു പോയി. ഒന്നിനോടും ഒരു താല്പര്യമില്ലാത്തൊരു രീതിയിൽ നിങ്ങളൊന്ന് മാറി നിന്ന ഒരു എനർജിയാണ്. സോ ബട്ട് ഇവിടെ നിങ്ങളോട് പറയുന്നത് ഇനി അതിൽ നിന്ന് പുറത്ത് വരാൻ സമയമായി എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ഓക്കെ, മതി ഇങ്ങനെ ഇരുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, മതി. ഓക്കെ, ഇനി ആ ഐസ് ബ്രേക്ക് ചെയ്ത് നിങ്ങൾ പുറത്തേക്ക് വരൂ എന്നാണ് പറയുന്നത്. ഇവിടെ ന്യൂ വിഷൻ ഉണ്ട്. നിങ്ങളോട് പറയുന്നത് ഒരു പുതിയ കാഴ്ചപ്പാടോടെ, ഒരു പുതിയ ഉണർവോടെ നിങ്ങൾ ജീവിതത്തെ ഫേസ് ചെയ്യൂ എന്നാണ് പറയുന്നത്. ഓക്കെ, മുന്നോട്ട് പോകൂ, ധൈര്യത്തിൽ മുന്നോട്ട് ഇറങ്ങും. ഓക്കെ, മതി ഇങ്ങനെ ഇരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കുറച്ച് വിഷമങ്ങൾ വന്ന് കാണും. ഓക്കെ, പലതും നിങ്ങളെ വേദനിപ്പിച്ച് കാണും. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ഫേസ് പോയത് അല്ലേ. ബട്ട് അതിൽ നിന്ന് യൂണിവേഴ്സ് പറയുന്നത് മതി, ഇനി പുറത്തു വരാൻ സമയമായി എന്നാണ്. ഓക്കെ, നിങ്ങളെ തന്നെ ഒന്ന് മാറ്റിയെടുക്കാനുള്ള സമയമായി എന്നാണ് പറയുന്നത്. കാരണം ഇത് നമ്മൾ പറയില്ല, ഇവിടെ ഫുൾ ബ്ലാങ്ക്, എന്തോ ഒരു കളർ ഇല്ലാത്തതാണെങ്കിൽ ബാക്കിയെല്ലാം കളറാണ് കാണുന്നത്. സോ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരു കളർ കൊണ്ടുവരൂ എന്ന രീതിയിലാണ്. ഓക്കെ, കളർഫുൾ ആവട്ടെ നിങ്ങളുടെ ലോകം. ഓക്കെ, ആൻഡ് ആക്ച്വലി യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി അത് എടുത്തു വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ബട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ മനസ്സിൽ ആ വിഷമം, നിങ്ങളുടെ സങ്കടങ്ങൾ, ഓക്കെ മേ ബി അതൊക്കെ ഒന്ന് പുറത്തു വരട്ടെ. ഓക്കെ, ആരോടെങ്കിലും ഒന്ന് പറയൂ, ഷെയർ ചെയ്യൂ, അങ്ങനെയായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് അതിൽ നിന്ന് തനിയെ പുറത്തു വരാൻ തുടങ്ങൂ എന്നാണ് പറയുന്നത്. അവിടെ പ്ലേഫുൾനെസ് കൊണ്ടുവരാൻ പറയുന്നുണ്ട് വീണ്ടും. ആൻഡ് ഇവിടെ ഈ ഒരു പിക്ചർ കണ്ടപ്പോൾ എനിക്കൊരു കുട്ടികളുടെ ഒരു എനർജി തോന്നി സംവെയർ. സോ അതായിരിക്കാം, അല്ലെങ്കിൽ എവിടെയോ പ്ലേഫുൾനെസ് പറയുമ്പോൾ നിങ്ങളോട് പറയുന്നത് കുട്ടികളെ പോലെ ആവുക വീണ്ടും. ഓക്കെ, നമ്മുടെ ജീവിതത്തെ വീണ്ടും ഒരു പുതിയ രീതിയിൽ. ആക്ച്വലി ഇത് 2 കാർഡും കണ്ടോ, ഒരു പോസ് ഒരേപോലെയാണ് നിൽക്കുന്നത്. എക്സാക്ട് സെയിം പോസാണ് കണ്ടോ. ഐ ജസ്റ്റ് വാണ്ട് ടു ഷോ യു. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല. ഐ തിങ്ക് കണ്ടോ, ഒരേ പോസിലാണ് നിൽക്കുന്നത്. ഓക്കെ, ബി ഹാപ്പി. നമ്മൾ പറയില്ലേ, എല്ലാം റിലീസ് ചെയ്ത് കളയുന്ന ആ ഒരു ഫീലിംഗ് പോലെയാണ്. മനസ്സിലുള്ള വിഷമങ്ങൾ റിലീസ് ചെയ്ത് നിങ്ങളൊരു പുതിയ ഗോൾ വെക്കൂ. നിങ്ങളുടെ ഒരു പുതിയ ഗോൾ അല്ലെങ്കിൽ അങ്ങനെ വല്ലതും തീരുമാനിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. മാത്രമല്ല പ്ലേഫുൾനെസ് കൊണ്ടുവരും. കുറച്ചുകൂടി ചിരിക്കാൻ തുടങ്ങും, കുറച്ചുകൂടി ഹാപ്പി ആയിട്ടിരിക്കാൻ തുടങ്ങും, എല്ലാ കാര്യങ്ങളും ലൈറ്റായിട്ട് എടുക്കാൻ തുടങ്ങും. പ്ലേഫുൾനെസ് കൊണ്ടുവരും നല്ലോണം കാര്യങ്ങളിൽ. ഓക്കെ, സീരിയസ് ആയിട്ട് നമ്മൾ ഇത് പറയില്ലേ, സീരിയസ് ആയിട്ട് കുറേ ചിന്തിച്ചൊക്കെ ഇരുന്ന ആ സമയം മതി എന്നാണ് പറയുന്നത്. ഇനി സ്റ്റാർട്ട് കമ്മിങ് ഔട്ട്.
ഓക്കെ, ആ ഒരു സമയത്തിൽ നിങ്ങൾ ഒരുപാട് റിയലൈസേഷൻസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. ഞാൻ ഇത്രയും കരഞ്ഞു നിർത്തി എന്തിനാണെന്ന് പോലും ചിലപ്പോൾ നിങ്ങൾ ഇനം ആലോചിക്കുന്നുണ്ടാവും, എന്തിനായിരുന്നു ഇത് വേസ്റ്റ് ചെയ്തത് അല്ലേ. സോ ജീവിതം ആസ്വദിക്കൂ എന്ന് പറയുന്നുണ്ട്. പ്ലേഫുൾനെസ് കൊണ്ടുവരൂ, ഫ്രണ്ട്ലിനെസ് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആക്ച്വലി ഇതൊരു നമ്മുടെ 2 കപ്സ് എനർജി പോലെയാണ്. സോ പല ഫ്രണ്ട്സുമായിട്ട് വീണ്ടും നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കൂ. നിങ്ങൾക്ക് വേണ്ട പോലത്തെ ഫ്രണ്ട്സ് നിങ്ങളുടെ ലൈഫിൽ വരും, പേടിക്കേണ്ട. ഓക്കെ, എല്ലാവരും ഒരുപോലെയൊന്നും ഇരിക്കില്ല, ഇവിടെ 2 കളറാണ് കാണുന്നത് അല്ലേ. ബട്ട് എന്നാലും ആ ഒരു കമ്പാനിയൻഷിപ്പ് ഉണ്ട് അല്ലേ, ഒന്നിച്ചാണ് നിൽക്കുന്നത്. സോ അതുപോലെ എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ല. സോ കുറച്ചുകൂടി മനസ്സൊന്ന് ഓപ്പൺ ആക്കൂ. എന്തും നമ്മൾ പറയില്ല, ഒന്ന് ട്രൈ ചെയ്യാനുള്ള രീതിയിൽ. ഇതും എനിക്ക് ആ ഒരു ഫുൾ കാർഡിൻ്റെ എനർജി ഉണ്ട് ഇവിടെ. സോ എന്തെങ്കിലും ഒരു ന്യൂ ബിഗിനിങ് എന്നുള്ള രീതിയിലാണ് ഇത് രണ്ടും പറയുന്നത്. നിങ്ങളൊരു ഒരു ഫുൾ പോലെ ഓക്കെ, നിങ്ങളൊന്ന് കുറച്ചൊന്ന് ലൈറ്റായിട്ട് ഒന്ന് എല്ലാം വിട്ട് കളഞ്ഞേക്കുക, കൂടുതൽ ചിന്തകൾ വിട്ട് കളഞ്ഞേക്കുക, തിങ്ക് ചെയ്യേണ്ട, ജസ്റ്റ് ഗോ ഫോർവേഡ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്സ് വരുന്ന രീതി കാണുന്നുണ്ട്, കംപ്ലീഷൻ കാണുന്നുണ്ട്. സോ ഇതിവിടെ കംപ്ലീഷൻ ഇത് ഒരു പസിൽ കംപ്ലീറ്റ് ചെയ്യുന്ന പോലെയാണ്. ഓക്കെ, എന്തെങ്കിലും മേ ബി ഇത് 2 തരത്തിൽ എനിക്ക് ഫീൽ ചെയ്യുന്നു. ഒന്ന്, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കാം, വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കാം. അല്ലെങ്കിൽ പഠിക്കാനുണ്ടെങ്കിൽ പഠിക്കില്ല, അത് കംപ്ലീറ്റ് ചെയ്യുക. എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അതിനെ ഫിനിഷ് ചെയ്യുക, അങ്ങനെയാവാം. അല്ലെങ്കിൽ ഓക്കെ, വേറൊരു തരത്തിൽ എനിക്ക് ഫീൽ ചെയ്യും നമ്മുടെ ഉള്ളിൽ തന്നെ. ഓക്കെ, നമ്മൾ പറയില്ല, നമ്മളൊരു ബ്രോക്കൺ ആയിട്ട് നമ്മൾ തന്നെ ഒന്ന് പൊട്ടിയ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവനവനെ ഒന്ന് പൂർത്തിയാക്കുന്ന രീതിയിൽ ഒരു ഹാപ്പിനെസ് നിങ്ങൾ അവനവന് കൊടുക്കൂ, അവനവനെ സെൽഫ് കെയർ കൊണ്ടുവരൂ എന്ന രീതിക്കൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അവനവനെ പൂർത്തിയാക്കാൻ നിങ്ങൾ വേറെ ആരും വരും എന്നൊന്നും വെയിറ്റ് ചെയ്യേണ്ട, നിങ്ങൾ ഹാപ്പി ആവൂ. ഓക്കെ, യു സ്റ്റാർട്ട് കെയറിങ് ഫോർ യുവർ സെൽഫ്. ഓക്കെ, വേറെ ആരെങ്കിലും വരും അല്ലെങ്കിൽ ഈവൻ ഫ്രണ്ട്സ് വരും എന്നൊന്നും നിങ്ങൾ അങ്ങനെ ചിന്തിക്കേണ്ട. വരുന്നവർ വരട്ടെ, ഓക്കെ, വരുവാണെങ്കിൽ വരട്ടെ, അത്രയേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ ഹാപ്പി ആവൂ, നിങ്ങൾ അവനവനിൽ ഹാപ്പി ആവൂ. ഇത് ഇന്നസെൻസും പറയുന്നുണ്ട്. സോ അതാ ഞാൻ പറഞ്ഞു, എവിടെയോ ഒരു കുട്ടികളെ പോലെ ആവാനാണ് നിങ്ങളോട് പറയുന്നത്. നമ്മളൊരു പുതിയ ലോകത്തിലേക്ക് കുട്ടികളാവുമ്പോൾ എന്താണ്, കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യില്ല അല്ലേ, ചോദ്യങ്ങളില്ല അവർക്കൊന്നും, അധികം ചിന്തകളില്ല അവർക്ക്. സോ മനസ്സ് വളരെ റിലാക്സ്ഡ് ആയിരിക്കും. എന്തും അവർക്കൊരു ക്യൂരിയോസിറ്റിയാണ്, എന്താണ് എന്ന രീതിക്ക് ഒരു ക്യൂരിയോസിറ്റി വെച്ച് പോകുന്ന പോലെയാണ്. സോ ഇവിടെ അങ്ങനെ തന്നെയാണ് ആവും പറയുന്നത്. ഇവിടെ ഒരു നമ്മുടെ ഇത് പുൽച്ചാടി പോലെയുണ്ട്. ചിലപ്പോൾ പുൽച്ചാടി എന്നല്ല, എന്ത് കണ്ടാലും നമ്മൾ പറയില്ലേ, എല്ലായിടത്തും നോക്കി ഒന്ന് ഒരു ആ ക്യൂരിയോസിറ്റിയോടെ കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യൂ എന്ന രീതിയിലാണ്. കുട്ടികളെ പോലെ ഫീൽ ചെയ്യും, ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യും. ഒരു പൂമ്പാറ്റ, ഒരു ബട്ടർഫ്ലൈ കാണുമ്പോഴേക്കും വളരെയധികം മനസ്സ് സന്തോഷിക്കുന്ന രീതി, ഒരു പൂവിരിഞ്ഞ് നിൽക്കുമ്പോൾ മനസ്സ് സന്തോഷിക്കുന്ന രീതിയിൽ. ഓക്കെ, റെയിൻബോ ഉണ്ടോ എന്ന് ഇറങ്ങി നോക്കുക, പക്ഷികൾ പറക്കുന്നുണ്ടോ ഇറങ്ങി, ആ പഴയ ആ ഒരു അതിലേക്കൊന്ന് തിരിച്ചു വരാം. കാരണം ഞാൻ ഇന്നലെ കൂടെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആ വിഷമം വരാതെ ഞാൻ മാക്സിമം ട്രൈ ആണ്. അതിൽ ഇന്നലത്തെ റീഡിങ് കണ്ട ആൾക്കാർക്ക് അറിയാം. ഓക്കെ, ഞാൻ സോറി, എൻ്റെ ഫ്രണ്ടിൻ്റെ ആ ഒരു ഇത് കാരണം ശരിക്കും എനിക്ക് ഫീൽ ചെയ്തത്, നമ്മളൊക്കെ ലൈഫ് എത്ര ദിവസം തന്നെയുണ്ട്, എത്ര തന്നെയുണ്ട്, ചെറിയൊരു ലൈഫാണ് നമ്മുടെയൊക്കെ അല്ലേ. എത്ര നമ്മൾ ടെൻഷനും വിഷമവും സങ്കടവും ഒക്കെ വെച്ചുകൊണ്ട് എത്ര കാലം നടക്കും. അതൊക്കെ വിട്ടുകളയാനുള്ള സമയമായി. ഓക്കെ, ജസ്റ്റ് ഗോ ഫോർവേഡ്, എൻജോയ് യുവർ ലൈഫ് എന്ന രീതിക്കാണ്. നിങ്ങൾക്ക് പുതിയ വിഷൻസ് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യൂ, പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്യൂ, ഒരു മനസ്സിലൊരു വിഷൻ കൊണ്ടുവരൂ. ആക്ച്വലി ഇതിലെ കാർഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചത്, എനിക്ക് എന്നെ ഇപ്പോഴാണ് കണ്ട്, ഇവിടെ ഒരാളിങ്ങനെ കുനിഞ്ഞ് നിൽക്കുന്നുണ്ട്, അതിൽ നിന്നിങ്ങനെ പുറത്തു വരുന്ന പോലെയാണ്. ഓക്കെ, സോ ഒരാൾ ഇങ്ങനെ എത്ര ഡൗൺ ആയിരുന്ന ഒരു വ്യക്തി എഴുന്നേറ്റ് കാര്യങ്ങൾ ചാർജ് ചെയ്യുന്ന പോലെയാണ്. സോ യെസ്, മൊമെൻറ്റ് ടു മൊമെൻറ്റ് ഇപ്പോഴത്തെ ലൈഫ് എൻജോയ് ചെയ്യാനാണ് പറയുന്നത്, ഇപ്പോഴത്തെ മൊമെൻറ്റ്സ് എൻജോയ് ചെയ്യാനാണ് നിങ്ങളോട് പറയുന്നത്. കുറച്ച് മെസ്സേജ് കൂടെ എടുത്തേക്കാം നിങ്ങൾക്ക് വേണ്ടി. സോ ഐ തിങ്ക് ഇനി ടൈമായി നിങ്ങളുടെ സങ്കടങ്ങളിൽ നിന്ന് പുറത്തു വരാൻ, നിങ്ങളുടെ വേദനകളിൽ നിന്ന് പുറത്തു വരാനുള്ള സമയമായി. സ്റ്റാർട്ട് ഫേസിങ് ലൈഫ് ഇൻ എ ന്യൂ വേ. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി വളരെ നല്ല കാര്യങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. ചില ഫ്രണ്ട്ഷിപ്സ് ആയിരിക്കാം, ചില വർക്കിൻ്റെ കാര്യങ്ങളായിരിക്കാം, പലതും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ റിലേഷൻഷിപ്പ് എന്ന രീതിക്ക് എടുത്ത് പറയുന്നില്ല. സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വ്യക്തികൾ വരും, തീർച്ചയായിട്ടും ഉണ്ടാവും. സോറി, 2 വന്നു. റിസെപ്റ്റിവിറ്റി, ഷെയറിങ്, വൺ മോർ, ഒന്നുകൂടെ എടുത്തത്, ഗിൽട്ട്, ക്രിയേറ്റിവിറ്റി. ഓക്കെ, നിങ്ങളോട് പറയുന്ന ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ക്രിയേറ്റീവായിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കൂ. ക്രിയേറ്റീവ് എന്ന് പറയുമ്പോൾ ഞാൻ എന്നും പറയുന്ന, നിങ്ങളുടെ റീഡിങ് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഞാൻ പറയുന്ന വരയ്ക്കലും പാട്ടും അല്ലെങ്കിൽ യൂട്യൂബും ഇത് മാത്രമൊന്നുമല്ല. ഓക്കെ, AI ഉണ്ടാക്കലും ഇത് മാത്രമൊന്നുമല്ല. ഓക്കെ, ക്രിയേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ലൈഫിനെ തന്നെ, ഓക്കെ, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഒരു ഐഡിയ യൂസ് ചെയ്ത് ചെയ്യുക, അതിനെയാണ് ഉദ്ദേശിക്കുന്നത്, അത്രേ ഉള്ളൂ. ഓക്കെ, അതിന് നിങ്ങളുടെ ഉള്ളിൽ ആ ക്രിയേറ്റീവ് കഴിവുകളുണ്ട്, ഏതെങ്കിലും തരത്തിലുണ്ടെങ്കിൽ അതിനൊക്കെ യൂസ് ചെയ്യുക. ഓക്കെ, ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുക. റിസെപ്റ്റിവിറ്റി പറയുന്നുണ്ട്, നിങ്ങൾ റിസീവ് ചെയ്യാൻ തയ്യാറാവൂ. ഓക്കെ, ബ്ലെസ്സിങ്സ് റിസീവ് ചെയ്യാൻ തയ്യാറാവൂ ഇവിടെ. ബട്ട് അതിനെന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതുവരെ നിങ്ങളുടെ മനസ്സ് ക്ലോസ്ഡ് ആയി പോയിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളുടെ കുറ്റമല്ല, നിങ്ങളുടെ തെറ്റല്ല. ഒരു വിഷമങ്ങൾ വന്ന് നിങ്ങൾ അങ്ങനെ, നമ്മൾ പറയില്ലേ, ഹാർട്ട് അടഞ്ഞു പോയി എന്ന് പറയും. സോ ആ രീതിക്കാണ് സംഭവിച്ചിട്ടുള്ളത്. ബട്ട് ഇവിടെ നിങ്ങളോട് ഇവിടെ ഒരു ഒന്ന് ഓപ്പൺ അപ്പ് ആവാനാണ് പറയുന്നത്. നിങ്ങളോട് പറയുന്നത് റിസീവ് ചെയ്യാൻ തയ്യാറാവൂ, നിങ്ങൾക്ക് വേണ്ടി ബ്ലെസ്സിങ്സ് ഉണ്ട് എന്നാണ്. ഷെയറിങ് കാണുന്നുണ്ട്. സോ മേ ബി നിങ്ങളുടെ
എന്തെങ്കിലും നിങ്ങൾ അങ്ങോട്ട് ഷെയർ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം, ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ഷെയർ ചെയ്യും എന്നായിരിക്കാം. സോ കുറച്ച് ഷെയറിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പറ്റിയാൽ മേ ബി നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അതിപ്പോൾ സമയമായാലും ശരി, എനർജി ആയാലും ശരി, നമ്മളൊരു അല്പം കെയറോ സ്നേഹമായാലും ശരി, എന്ത് കാര്യത്തിലായാലും ശരി. ഓക്കെ, ചില കെയറിങ് എന്ന രീതിക്ക് ഷെയറിങ് എന്ന് പറയുന്നുണ്ട്. ഗിൽട്ട് കാണുന്നുണ്ട്. സോ എവിടെയോ മനസ്സിൽ പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ചില ഗിൽട്ട് കിടക്കുന്നുണ്ട് ഇപ്പോഴും. ഓക്കെ, മേ ബി നിങ്ങൾക്ക് ഈ മൂവ് ഓൺ ചെയ്യാൻ, ആക്ച്വലി മൂവ് ഓൺ ചെയ്യാൻ തന്നെ എപ്പോഴും നമ്മളെ തടഞ്ഞു നിർത്തുന്ന ഗിൽട്ട് ഉണ്ടാവും. ഓക്കെ, അതായത് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ തെറ്റാണോ എന്നുള്ള ചില ഗിൽട്ടൊക്കെ കാണാം. ഐ തിങ്ക് അത് വിട്ട് കളയുക. ഓക്കെ, അത് ലെറ്റ് ഗോ ചെയ്യൂ. ആ ഗിൽട്ടാണ് നിങ്ങളെ ഐ തിങ്ക് ഒരുപാട് മനസ്സിൽ, അതെല്ലാവർക്കും അല്ല, കുറച്ച് പേർക്ക് ഗിൽട്ടായിരിക്കാം. എന്തെങ്കിലും മനസ്സിൽ അങ്ങനെ കുറ്റബോധം ഉണ്ടെങ്കിൽ അത് വിട്ട് കളഞ്ഞേക്കൂ. ഓക്കെ, ഇതൊരിക്കലും ഐ ഡോണ്ട് തിങ്ക് നിങ്ങൾ അനുഭവിച്ച വേദന നിങ്ങളുടെ ഒരു തെറ്റുമില്ല എന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ എന്തായാലും ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് ലെറ്റ് ഗോ ചെയ്യാം, മനസ്സിൽ നിന്ന് അത് വിട്ട് കളഞ്ഞേക്കാം. നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യാം. ഓക്കെ, ആൻഡ് സ്റ്റാർട്ട് ഒരു ന്യൂ റിയാലിറ്റി നിങ്ങളുടെ ഉണ്ടാക്കിയെടുക്കൂ, നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കൂ. ഓക്കെ, സോ അതാണ് ഇന്നത്തെ മെസ്സേജ്. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.